ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ലേസും കൂടെ അറ്റാച്ച് ചെയ്യണുണ്ടായിരുന്നു. അപ്പോൾ ലേസ് അറ്റാച്ച് ചെയ്യണത് എനിക്ക് ഇതിൽ വീഡിയോസ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്ത് നോക്കുമ്പോൾ അതൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഭാഗങ്ങളൊന്നും ഇതിൽ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാൻവാസിലാണ് നമ്മൾ ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴുത്തിന് എത്രയാണോ വട്ടം എടുത്തിട്ടുള്ളത് ആ സെയിം വട്ടം തന്നെ നമ്മൾ ക്യാൻവാസിൽ എടുക്കുക. ആ ഇറക്കും അതേപോലെ തന്നെ എടുക്കുക. നമ്മൾ തയ്യൽ തുമ്പ് അങ്ങനെ ഒന്നും നമ്മൾ കൂട്ടണ്ട. അതൊക്കെ നമ്മൾ നൈറ്റി തുണിയിലാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ എത്രയാണോ നമുക്ക് വട്ടം കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എത്രയാണോ നമുക്ക് ഇറക്കം കിട്ടിയിട്ടുള്ളത് അതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ ക്യാൻവാസിൽ എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു കഴുത്താണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ പീസ് വരുന്നുണ്ടാവില്ല, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് നല്ല ചീത്ത വശത്ത്, അതായത് നൈറ്റി തുണിയുടെ ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ കണ്ട, അതായത് നൈറ്റി തുണിയുടെ ചീത്ത വശത്ത് നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ കഴുത്ത് വെച്ചിട്ട് ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതിച്ച് അടിച്ചു കൊടുക്കുക കണ്ട. എന്നിട്ട് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേസ് വെച്ച് കൊടുക്കുന്നത് എനിക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോസായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴുത്തിൻ്റെ പണി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ അങ്ങനെ അടിച്ചു മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസാണ്. ഇതേപോലെ ഫ്രണ്ടിൽ കഴുത്തിന് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ എടുത്തുവെച്ചെങ്കിൽ അതിനേക്കാൾ കുറച്ച് 3 ഇഞ്ചിലാണ് ഞാൻ കഴുത്തിൽ ബാക്ക് കഴുത്ത് വെട്ടിയിട്ടുള്ളത്. വട്ടം അതേ സെയിം വട്ടം തന്നെയാണ്. എന്നിട്ട് നമ്മളത് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത് ഞാൻ പുറത്തേക്കുള്ളതല്ല, ഇവിടെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനി പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി വെച്ച് മറിച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ 2 വശത്തെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കൈയാണ് വെക്കാനുള്ളത്. അപ്പോൾ കൈ വെക്കണത് ഞാൻ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൈക്ക് പീസ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ ബ്ലാക്ക് തുണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നമ്മളിത് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളിത് ചെയ്യരുത്. അപ്പോൾ ഞാനത് വീട്ടിൽ തന്നെ ഉള്ളവർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്, തുണി തികയാത്ത കാരണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഈ നൈറ്റിയുടെ മുകളിൽ സെറ്റ് ചെയ്യുക. ഇത്രയാണ്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ തുണി നമുക്ക് തികയണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ അടി മടക്കി അടിക്കുക. അപ്പോൾ അത്രയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരാൾക്കാർക്കും തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ അടുത്തൊരു നൈറ്റി കട്ടിങ്ങും കൂടെ ചെയ്യാം. ചില ആളുകൾ പറയുന്നുണ്ട് മെസ്സേജ് ഇട്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല. കുറേ ഒരു കാര്യം തന്നെ ഒരു 100 പ്രാവശ്യം പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതാവണ്ടോ, ടെൻഷൻ അടിക്കണ്ട. അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് 16 വട്ടം പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പിടി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും ചിലപ്പോൾ ചില ആളുകൾക്ക് പറ്റില്ല, ചില ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും പറ്റും. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നമുക്ക് ഈ ഒരു മാസം 15-ാം തീയതിയാണ് നമ്മൾ
അതിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മളെ കട്ടിംഗ് മാസ്റ്ററാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരും ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു കട്ടിംഗ് മാസ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഓണത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ A to Z മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയക്കുക. ഫീസ് എത്രയെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിഭാഗം മടക്കി എടുത്തിട്ടുണ്ട് കണ്ട. ഇനി 2 ഭാഗം സൈഡ് പൂട്ടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞ് എന്നിട്ട് ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തരിക. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഫീസ് വരുന്നത് 500 രൂപയാണ്. അത് 3 മാസത്തിനാണ് നമ്മൾ 500 രൂപ. അപ്പോൾ ഈ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ട് പോണത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫീസ് വെക്കാൻ തന്നെ കാരണം അതൊരു കട്ടിംഗ് മാസ്റ്റർ ക്ലാസ് നടത്തുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് കട്ടിംഗ് മാസ്റ്റർ ഉള്ള കാരണമാണ് നമ്മളൊരു ഫീസ് കൊടുക്കുന്നത്. അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീസ് 500 ആക്കിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ അടുത്ത ദിവസം തന്നെ നമ്മൾ ഗിവ് അവേ ആരാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.